ഹലോ വെൽക്കം ടു മൈ ചാനൽ. കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ? അപ്പോൾ ഇന്നും ചെടികളുടെ കുറച്ച് വിശേഷങ്ങളിലേക്ക് പോയാലോ നമുക്ക്. നമ്മുടെ ഒരുപാട് കൂട്ടുകാർ ചെടികളെ ഇഷ്ടപ്പെടുന്നവരാണല്ലേ. ഇത് ബോഗൺവില്ലയുടെ കമ്പുകളാണ് കേട്ടോ. ഇത് ചെറിയ ഒരു കവറുകളിൽ 3-4 കമ്പുകളൊക്കെ ആയിട്ട് നട്ട് ഇതുപോലെ പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ കുറേ പേർക്ക് എങ്ങനെയാണ് ചെടികൾ കുഴിച്ചിടേണ്ടതെന്നും അതിനെ എങ്ങനെയൊക്കെ നോക്കിയാലാണ് അതിലൊത്തിരി പൂക്കൾ വരാമെന്നും അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും അറിയാത്തവർക്കൊക്കെ ആയിട്ട് ഞാൻ ചെടികളെ എങ്ങനെ വളർത്തുന്ന രീതി ഉണ്ടല്ലോ, അതൊക്കെ എനിക്കറിയാവുന്ന പോലെ എൻ്റെ കൂട്ടുകാർക്ക് പറഞ്ഞു തരാവേ. ഇന്നത്തെ താരം ബോഗൺവില്ല തന്നെ ആയിക്കോട്ടെ. കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും നല്ല അനുയോജ്യമായ ചെടി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോഗൺവില്ല തന്നെയാണ് കേട്ടോ. കാരണം നിറച്ച് പൂത്തിക്കണ സമയമാണ്. അതുപോലെ ചെടികൾ ഇപ്പോൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ വേഗം പോയിട്ട് വാങ്ങേണ്ട ചെടി ഏതെന്ന് ചോദിച്ചാൽ ബോഗൺവില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ചൂടിൽ അതുപോലെ പൂക്കൾ തരുന്ന നല്ലൊരു പ്ലാന്റാണ് ബോഗൺവില്ല. ആ വലിയ പൊട്ടിലെ ബോഗൺവില്ലയ്ക്ക് ഇത്തിരി എല്ലുപൊടിയും വേപ്പിപ്പിണ്ണാക്കും മണ്ണും കൂടിയുള്ള മിശ്രിതമാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അതിൻ്റെ വേരിന് ഇളക്കം തട്ടാണ്ട് ഒന്ന് കുത്തി കളിക്കിയതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇതിപ്പോൾ കാണിക്കുന്നത് ബോഗൺവില്ല ഒരു ചെറിയ പോട്ടിലുണ്ടായിരുന്നല്ലോ, അതിൻ്റെ വേര് പുറത്തേക്ക് വന്ന് പോട്ടിന് പുറത്തേക്ക് വന്ന് നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ എന്നാൽ പിന്നെ അത് വലിയൊരു പോട്ടിലേക്ക് മാറ്റി വയ്ക്കാനാണ് കേട്ടോ ഞാൻ നോക്കുന്നത്. ഇത് മുന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. തെർമോക്കോൾ ഇട്ട് ഞാൻ ചെടി വയ്ക്കുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ആദ്യം തന്നെ പോട്ടിൽ ഇത്തിരി ചരലോ ഇത്തിരി കല്ലുകളോ ഇട്ടതിന് ശേഷം തെർമോക്കോളിൻ്റെ പീസുകളുണ്ടല്ലോ അത് കുറച്ച് ഭാഗത്തോളം ആ ചട്ടിയിൽ നിറയ്ക്കുക. അതിനുശേഷം ഇത്തിരി മണ്ണൊക്കെ ഇട്ടിട്ട് വീണ്ടും ഈ കരിയിലകളൊക്കെ ഒന്ന് നന്നായി നിറയ്ക്കുക കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് വേര് ഏതാ ചെടിയെ മാറ്റേണ്ടത്, വേര് പുറത്തേക്ക് ഒന്ന് ചെടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതായാലും അതിനെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആദ്യം തന്നെ ഇത്തിരി കുതിർത്തി വെക്കണം കേട്ടോ, വെള്ളം ഇത്തിരി ഒഴിച്ച്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും. എന്നിട്ട് അതിനെ ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് വേരിനിളക്കം തട്ടാണ്ട് ഇറക്കി വെച്ച് ഇത്തിരി മണ്ണും കൂടി ഇട്ടിട്ട് ബാക്കിയുള്ള കരിയിലകളുണ്ടല്ലോ അതും കൂടി ഇതുപോലെ കീറി ഇങ്ങനെ കൊച്ചു ഇങ്ങനെ പീസുകളാക്കിയിട്ട് നമ്മളിങ്ങനെ വെക്കുക. പിന്നെ അതിലിത്തിരി കൂടി മണ്ണൊക്കെ നിറയ്ക്കുക കേട്ടോ. ഇതുപോലൊക്കെ ഒന്ന് ചെയ്താൽ വളരെ നല്ലതാണ്. ഇങ്ങനെ പോട്ടിൽ തെർമോക്കോളും കരിയിലൊക്കെ ഇട്ട് നിറച്ച് ചെടി വയ്ക്കുമ്പോൾ നമുക്ക് ഭാരം കുറവുണ്ടായിരിക്കും കേട്ടോ. പോട്ടുകൾ മാറ്റാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. ആരുടെ സഹായം ഇല്ലാണ്ട് എത്ര പോട്ടുകൾ വേണമെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റും. ഞാനൊക്കെ അങ്ങനെയാണ് കേട്ടോ. 2 ദിവസം ഈ പോട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സ്പേസ് വേറെ സ്ഥലത്തായിരിക്കും. അപ്പോൾ എപ്പോഴെപ്പോഴും മാറ്റുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കില്ലേ. ഇത് കണ്ടോ, ഇതെല്ലാം ഞാനിതുപോലെ കരിയിലകളും തെർമോക്കോളും ഒക്കെ വെച്ച് സെറ്റാക്കിയ പോട്ടുകളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത്തിരി 3-4 ദിവസം തണലത്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെയിലത്തെടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ നേരത്തെ കണ്ട കമ്പുകളൊക്കെ ഉണ്ടല്ലോ, ഈ ബോഗൺവില്ലയുടെ കമ്പുകൾ അതൊക്കെ ഒരുപാട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടോ, ഇതൊക്കെയാണ് കേട്ടോ. ഓരോ കവറിലും 4-5 കമ്പുകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 2-3 ഒക്കെ ആയിട്ട് നന്നായിട്ട് വരും. ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെ ചിലത് പിടിക്കില്ല. അതാ കണ്ടോ, ഇതിൽ മഞ്ഞ ബോഗൺവില്ലയാണ് ഉണ്ടായിട്ടുണ്ട്, പൂവുണ്ടായിട്ടുണ്ട് കവറിൽ കണ്ടോ. ഇത്ര ചെറുപ്പത്തിൽ തന്നെ വേര് പുറത്തേക്ക് വന്നു കവറിൽ നിന്ന്. അപ്പോൾ ഒത്തിരി നാൾ പിടിക്കും കേട്ടോ. അതൊന്ന് കമ്പ് നട്ട് പിടിച്ച് കിട്ടാനായിട്ട് ഇത്തിരി നാൾ പിടിക്കും. ബോഗൺവില്ല കമ്പ് വെച്ച് പിടിപ്പിക്കാൻ വെച്ചാൽ ഒത്തിരി ക്ഷമയോടെ കാത്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. പെട്ടെന്ന് നമ്മൾ കമ്പ് പിടിച്ചു എന്ന് വിചാരിച്ചിട്ട് അതിനെ മാറ്റി വയ്ക്കാനൊക്കെ നോക്കാൻ വെച്ചാൽ അപ്പനെ അത് പോയി കിട്ടും കേട്ടോ. അതുകൊണ്ട് വളരെ ക്ഷമയോടെ കാത്തിരിക്കണം. അതായത് 2-3 ഇല വന്നു വിരിഞ്ഞു കമ്പ് പിടിച്ചു എന്നുള്ള സന്തോഷത്തിൽ നമ്മൾ വേഗം പോയിട്ട് പോട്ടിലേക്ക് മാറ്റി നടാൻ നോക്കും. പക്ഷെ അത് വേരിനിളക്കം തട്ടി പെട്ടെന്ന് വേഗം കേടാവും കേട്ടോ. അതുകൊണ്ട് ക്ഷമയോടെ കാത്തിരിക്കണം എന്ന് പറയുന്നത് അതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് നോക്കിയാലോ. അപ്പോൾ നേരത്തെ കണ്ടില്ലേ ബോഗൺവില്ല കവറിൽ പിടിപ്പിച്ചത് കുറച്ച് തൈകൾ കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ അതിലത്തെ ഒരെണ്ണം ഞാനൊന്ന് മാറ്റി നടന്നുണ്ടോ. അപ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെയാണ് ഞാനിപ്പോൾ കരിയിലും തെർമോക്കോളും ഒക്കെ ഇട്ട് ഇത്തിരി കൂടി വലിപ്പമുള്ള പോട്ടൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ എടുക്കുന്നത്. മഞ്ഞ ബോഗൺവില്ല വിരിഞ്ഞിരിക്കണത് കണ്ടില്ലേ ചെറുതായിട്ട്. അപ്പോൾ അതിനൊന്ന് മാറ്റി നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ അതിലിത്തിരി കുറച്ച് വെള്ളം ഒഴിക്കണം, കുതിരണം നോക്കണം കേട്ടോ. കണ്ടോ, ഇത്തിരി വെള്ളം ഒഴിച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് പതിയെ നമ്മൾ കവറിൽ നിന്ന് എടുക്കണം. അപ്പോൾ ഈ ബോഗൺവില്ല കണ്ടോ, അപ്പോൾ അതാ കണ്ട കവറിൽ നിന്ന് പുറത്തേക്ക് വന്നേക്കണം അതിൻ്റെ വേര് കണ്ട, കവറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ. അപ്പോൾ എന്തായാലും ഞാൻ കവർ കീറി ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. കണ്ട അതിൻ്റെ ബാക്ക് വശം ചെറുതായിട്ടൊന്ന് കീറി എടുത്തു. വേരിന് ഇണക്കം തട്ടാണ്ടാണ് എടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു വശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇതിപ്പോൾ എനക്കാണ്ട് അതിൻ്റെ കുറച്ച് മണ്ണൊക്കെ മാറ്റി തന്നെയാണ് കേട്ടോ നടന്നത്. അല്ലെങ്കിൽ ഇത്തിരി കൂടിയും കനം വരില്ലേ. ഇതിൽ കരിയിലും തെർമോക്കോളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ ഇതേപോലെ തെർമോക്കോളൊക്കെ ഇട്ടിട്ടുള്ള ഇതാണെങ്കിൽ നമുക്ക് ഈ പോട്ടിൽ നിന്ന് അടിയിലേക്ക് വേര് പോവില്ല. അപ്പോൾ അതും നമുക്ക് എളുപ്പമായിരിക്കും. പിന്നെ വേരിന് നല്ല ഓട്ടം കിട്ടാനായിട്ടും അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് നന്നായിട്ട് പിടിക്കാനായിട്ടും ഈ തെർമോക്കോളും കരിയിലൊക്കെ സഹായിക്കും കേട്ടോ. നമ്മൾ സാധാരണ പോലെ മണ്ണ് മാത്രം ഇട്ടിട്ട് പോട്ട് നിറച്ചിട്ട് ചെടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ നിന്ന് വേര് പുറത്തേക്ക് വന്നിട്ട് നമ്മൾ എവിടെയാണോ പോട്ട് വയ്ക്കണേ ആ മണ്ണിൽ തന്നെ ഇതിൻ്റെ വേര് വന്നിട്ട് അവിടെയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോവും, മണ്ണിലേക്ക് ഇറങ്ങിപ്പോവും അല്ലേ. എന്നിട്ട് നമുക്ക് പോട്ട് എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വരാറില്ലേ. അതിൻ്റെ വേര് അങ്ങനെ പൊട്ടും, എടുത്ത് വലിക്കുമ്പോൾ ഒക്കെ പൊട്ടാറുണ്ടല്ലേ. അപ്പോൾ അതിനൊക്കെ ഇല്ലാണ്ടിരിക്കാൻ ഇത് നല്ലൊരു കാര്യമാണ് കേട്ടോ. വേര് പുറത്തേക്ക് പോകാണ്ട് ഈ ഒരു സംരക്ഷണ ഭിത്തി പോലെ നമ്മുടെ തെർമോക്കോള് ഈ വേരിനെ അതിൻ്റെ ഉള്ളിലിട്ടിട്ട് അതിനെ നന്നായിട്ട്
നോക്കും. അപ്പം അത്ര തന്നെ. അപ്പോൾ നീ നോക്കിയാൽ ബോഗൺവില്ല കണ്ടില്ലേ, ഇതാ വലിയൊരു ബോഗൺവില്ല നീണ്ട് നിൽക്കാറുന്നു. അപ്പോൾ അതിനെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തു. ഇതേ കണ്ടോ, ഒരു കുഞ്ഞൊരു കമ്പ്, ഇങ്ങനൊരു കുഞ്ഞൊരു കമ്പ് മതി. സാധാരണ ഒരു മണ്ണ് ചെറുതായിട്ട് നമ്മുടെ തൊടിയിലുള്ള മണ്ണ്, ആ മണ്ണ് ദേ ഇതിലേക്കൊന്ന് ഇറക്കി വയ്ക്കുക. വളങ്ങളൊന്നും പാടില്ല. അല്ലെങ്കിലും ചെടികൾ നമ്മൾ ആദ്യം തന്നെ കുഴിച്ചിടുമ്പോൾ ഒറ്റ വളങ്ങൾ നമ്മൾ ഉപയോഗിക്കാണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലത്. എല്ലാം പിടിച്ച് കഴിഞ്ഞിട്ട് ഇതാ ഇതുപോലെ ഞാൻ മാറ്റി റിപ്പോർട്ട് ചെയ്തല്ലേ, അപ്പോഴാണ് നമുക്ക് വളം കൊടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അല്ലാണ്ട് ഇതുപോലെ ഒരു കുഞ്ഞൊരു കമ്പോ അല്ലെങ്കിൽ ഒരു ചെടിയോ ഒരു കഷ്ണം വെക്കുമ്പോൾ നമുക്ക് യാതൊരു വളത്തിൻ്റെയും ആവശ്യമില്ല. വെറുതെ ഒരു മണ്ണിൽ വെച്ചാൽ മതി. ഇത് മറ്റൊരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഓരോ ദിവസത്തെ പണികളും തിരക്കുകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഓടിയെത്തുന്നത് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ് കേട്ടോ. ഒന്നല്ലെങ്കിൽ ബാക്കിൽ അല്ലെങ്കിൽ വീടിൻ്റെ മുമ്പിൽ വന്നിരുന്ന് ഇതേപോലെയുള്ള ചെടികളും കാര്യങ്ങളും ഒക്കെ ചെയ്യലുണ്ട് എൻ്റെ പ്രധാന പണി. ഒത്തിരി ചെടികളുള്ളത് കൊണ്ട് തന്നെ എല്ലാ ദിവസവും കുറച്ച് നേരമെങ്കിലും ഞാൻ ചെടികളുടെ ഇടയിൽ വന്നിരിക്കാറുണ്ട് കേട്ടോ. വീട് പണിയുടെ തിരക്കിലോ ഈ ചെടികളൊന്നും ഒരുപാട് ശ്രദ്ധിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഈ സിമൻറ്റും മണലും കുമ്മായം കാര്യങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി ചെടികളിൽ നിന്ന് കേടായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് എൻ്റെ ചെടികൾ റീപോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ എണ്ണം ഉണങ്ങി പോയിട്ടുണ്ട്, കുറേ എണ്ണം എന്താ പറയുക, ഓരോ മണ്ണും സിമെൻറ്റൊക്കെ ആയിട്ട് നാശമായി പോയി. പിന്നെയുള്ളതിനൊക്കെ ഞാനിങ്ങനെ പടക്കെ എടുത്തുകൊണ്ടരാണ് എൻ്റെ അതിനൊക്കെ റീപോർട്ട് ചെയ്ത് മാറ്റലും പിടിക്കലും എൻ്റേതായ രീതിയിൽ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് മണ്ണ് കിട്ടാനും ഇത്രയും ചെടികൾക്കൊക്കെ മാറ്റാനും പിടിക്കാനൊക്കെ മണ്ണ് കിട്ടാനൊക്കെ ഭയങ്കര വിഷമല്ലേ. അപ്പോൾ ഇതുപോലെ തെർമോക്കോളും കരിയിലൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. പിന്നെ ഇതല്ല, ഈ ചെടികൾ നമ്മൾ തന്നെ നോക്കണം അല്ലേ. ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും പിടിക്കാനും ഈ പോട്ട് അങ്ങോട്ട് എടുത്ത് മാറ്റി വയ്ക്കുക, പിന്നെ ഇങ്ങോട്ട് വയ്ക്കുക, വെയിലത്ത് വയ്ക്കുക, പിന്നെ തണലുണ്ടെങ്കിൽ തണലത്തേക്ക് മാറ്റി വയ്ക്കുക. വേറെ ചെടികളൊക്കെ ഉണ്ടാവുമല്ലോ, തണൽ വേണ്ട ചെടികൾ. അപ്പോൾ അങ്ങനെയൊക്കെ മാറ്റി വയ്ക്കുമ്പോൾ നല്ല പ്രയാസമായിരിക്കും നമുക്ക്. അപ്പോൾ ഇത് തെർമോക്കോൾ അധികം ഭാരം ഉണ്ടാവില്ല, തെർമോക്കോളും കരിയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ അല്ലേ. പിന്നെ ദേ നോക്കിയേ, ഇത് നല്ല വേര് പുറത്തേക്ക് വന്ന നല്ല നീട്ടായിട്ടുള്ളൊരു വലിയൊരു ചെടിയായിരുന്നു. അപ്പോൾ അതിനെ ഞാൻ വലിയൊരു പോട്ടിലേക്ക് മാറ്റി. പിന്നെ ദേ അതിനെ കുറേയൊക്കെ കട്ട് ചെയ്ത് മാറ്റി കളഞ്ഞു കേട്ടോ. കണ്ടോ, ഇപ്പം നല്ല വൃത്തിക്കായിട്ട് നിൽക്കുന്നുണ്ട്. ഇത്തിരിയും കൂടി ഒന്ന് കട്ട് ചെയ്യായിരുന്നു, പക്ഷേ ഞാൻ പൂ വരാറായി എന്ന് മനസ്സിലാക്കിയിട്ടാണ് കേട്ടോ അത് വെട്ടാണ്ടിരുന്നത്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ കാണിച്ചില്ലേ, ഒത്തിരി കരിയിലകളും തെർമോക്കോളൊക്കെ ഇട്ട ഒത്തിരി പോട്ടുകൾ കാണിച്ചില്ലേ, ചെടികളൊക്കെ. അതിന് ഞാൻ 3-4 ദിവസമായിട്ട് തണലത്തൊക്കെ വെച്ചു എന്ന്. അതിനൊക്കെ എടുത്തിട്ട് ഞാനിപ്പോൾ വെയിലത്തൊക്കെ വെച്ചു കേട്ടോ. അതിന് ശേഷം പൂ വന്നു തുടങ്ങി. അപ്പോൾ പിന്നെ നമ്മുടേതായ വീട്ടിലെ വളങ്ങളൊക്കെ ഉണ്ടല്ലോ, മുട്ടത്തോട് പൊടിച്ചതും, മുട്ടത്തോട് മിക്സിയിലാണ് കേട്ടോ പൊടിച്ചത്, അതും പിന്നെ സബോളത്തൊലിയും ചായയിലൊക്കെ ഒറ്റനുണ്ടല്ലോ അതും എല്ലാം ഇട്ട് കൊടുത്ത് അതെ ഇതേപോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതുപോലെ 10 ദിവസം കൂടുമ്പോൾ നമ്മുടെ കയ്യിലുള്ള വളങ്ങളൊക്കെ ഇതേപോലെയുള്ള വേസ്റ്റ് കളയണ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതുപോലെ നമുക്ക് സബോളത്തൊലി, ചുവന്നുള്ളിത്തൊലി, വെളുത്തുള്ളിത്തൊലി ഇതൊക്കെ നമുക്ക് ഇതിന് ഇട്ട് കൊടുക്കാം. കൂടെ ഇത്തിരി മണ്ണും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ട് കുത്തി കളിക്കിട്ട് വേണം ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ കണ്ടോ, ഇതുപോലെയാണ് എൻ്റെ ബോഗൺവില്ല നിൽക്കുന്നത്. ഇത് മഞ്ഞ ചെമ്പരത്തിയാണ് കേട്ടോ, കട്ട മഞ്ഞ ചെമ്പരത്തി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബോഗൺവില്ലയാണ് ഇന്നത്തെ താരന്ന്. അത് കണ്ടോ, സത്യമല്ലേ. ഇതുപോലെ എല്ലാ വീടുകളിലും ബോഗൺവില്ല വീടുകളിലും ഇതുപോലെ പൂത്തലഞ്ഞ് നിൽക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അത് നല്ലൊരു സുന്ദരമായ കാഴ്ചയാണ് അല്ലേ, കണ്ണിന് കുളിർമയാകുന്ന കാഴ്ച. അപ്പോൾ ഇത് നോക്കിയേ, ഇത് കുഞ്ഞ് പോട്ടിൽ ഞാൻ വെച്ചേക്കണ ചെടികളാണ് കേട്ടോ. അപ്പോൾ അതിൽ കണ്ടോ, ആകെ ഒരു നരുന്ത് പോലത്തുള്ള ഒരു കുഞ്ഞൊരു കമ്പാണ്, അതിൽ പൂക്കളുണ്ടായി നിൽക്കുന്നുണ്ടോ. ഞാൻ കാണിച്ചു തരുന്നതാണ് കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഇതുപോലെയൊക്കെ കമ്പുകളൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ ഇതേപോലെ എല്ലാവർക്കും ഇതുപോലെ നല്ല ബോഗൺവില്ല പൂക്കളായിട്ട് നന്നായിട്ട് കാണാൻ പറ്റും. അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.